ഒരു സർക്കാർ സ്കൂൾ എങ്ങനെയൊക്കെ ആകരുതെന്ന് മനസ്സിലാക്കാൻ ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിൽ എത്തിയാൽ മതി. മഴ പെയ്താൽ ഒറ്റ വെള്ളവും പുറത്തു പോകും, മൊത്തം വെള്ളം ആകും. ഞങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ കുടിക്കാനൊന്നും വെള്ളമില്ല, പിന്നെ ക്ലാസ് മൊത്തം വെള്ളമാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ 2 സ്ട്രൈക്ക് നടത്തി. ടീച്ചേഴ്സിനെ എല്ലാം പറഞ്ഞു, സാറ് പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതിയെന്ന്. PTA പ്രസിഡന്റ് ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രിയാണ്, ഭരണ സംവിധാനം നേരെ നടത്തിക്കൊണ്ടു പോകേണ്ടയാൾ. അതിന് കഴിവില്ല എന്ന് അദ്ദേഹം തെളിയിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ജനസമ്പർക്കം എന്ന ധനസഹായ വിതരണം. ആദ്യ ജനസമ്പർക്കത്തിൽ ഇറക്കിയ ഉത്തരവ് നടപ്പാക്കാൻ 3ാം ജനസമ്പർക്കത്തിലും കാത്തുനിൽക്കുന്നവരുടെ വാർത്തകൾ എല്ലാവരും കാണുന്നുണ്ട്. ഓർമ്മയുണ്ടോ? അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനക്കാർ കൈമലർത്തും. എല്ലാരും വന്ന് മടങ്ങി പോവാണ്. ജില്ലാതല പാക്കിംഗ് സെന്ററുകൾ ഭൂരിഭാഗവും പൂട്ടി. 8 ജില്ലകളിലെ ഗോഡൌണുകൾ നിർത്തലാക്കി. സംസ്ഥാനത്തെ 580 നന്മ സ്റ്റോറുകളിൽ 175 രേഖകളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തിനിടെ എത്ര പേർക്ക് പാർപ്പിടം നൽകി എന്നതായിരുന്നു ആ ചോദ്യം. സാഫല്യം, ഗൃഹശ്രീ, സുരക്ഷാ ഭവനം, ML ലക്ഷം വീട് തുടങ്ങിയ പദ്ധതികളിലായി നൽകിയ വീടുകളുടെ എണ്ണം മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കൂട്ടിനോക്കുമ്പോൾ 4 ലക്ഷം പോയിട്ട് 4000 പോലുമില്ല. ഓർമ്മയുണ്ടോ? 3 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ച അടിമാലി കല്ലാർകുട്ടിയിലെ 5 കുടുംബങ്ങൾ ഇന്നും സഹായവും പുനരധിവാസവും കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതിനിടെ കത്തിപ്പാറ സർക്കാർ സ്കൂളിലെ ഒരു മുറിയിൽ വെള്ളവും വെളിച്ചവുമില്ലാതെ ബുദ്ധിമുട്ടി കഴിയുന്ന ഇവരോട് അധികൃതർ ഒഴിഞ്ഞുമാടാനും ആവശ്യപ്പെട്ടു. ഓർമ്മയുണ്ടോ?